സൗജന്യ നിയമസഹായം ആവശ്യമുള്ളവർക്ക് കീഴ്ക്കോടതി മുതൽ സുപ്രീം കോടതി വരെയും സൗജന്യ നിയമസഹായം ലഭ്യമാകുന്നുണ്ട്. ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ഓഫീസ് അതാത് കോടതി ആസ്ഥാനത്താണുള്ളത്. സഹായം ആവശ്യമുള്ളവർ അതോറിറ്റിയുടെ ഫ്രണ്ട് ഓഫീസിനെ സമീപിക്കാവുന്നതാണ്. നിങ്ങളുടെ അപേക്ഷയിന്മേൽ കേസിനനുസരിച്ച് ഒരു അഭിഭാഷകനെ പാനലിൽ നിന്ന് അപ്പോയിന്റ് ചെയ്യുന്നു. ഇത്തരത്തിൽ ഒരു അഡ്വക്കേറ്റിനെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന സംശയമാണ് ഫ്രീയല്ലേ, ഫീസ് അടയ്ക്കാത്തതുകൊണ്ട് അഡ്വക്കേറ്റ് ശരിയായ നിലയിൽ പ്രസന്റ് ചെയ്യുമോ? ഇവിടെ മനസ്സിലാക്കേണ്ട വിഷയം, കക്ഷി നേരിട്ട് ഫീസ് അടയ്ക്കുന്നതിന് പകരം ലീഗൽ സർവീസ് അതോറിറ്റിയാണ് കക്ഷിക്ക് വേണ്ടി അഡ്വക്കേറ്റ് ഫീസ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഫ്രീ സർവീസായി കണക്കാക്കേണ്ടതില്ല. പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഉപകാരപ്രദമെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. സാമ്പത്തിക വേർതിരിവില്ലാതെ എല്ലാ പൗരന്മാർക്കും തുല്യനീതി ലഭ്യമാകണം. ഈ വിഷയം ആർട്ടിക്കിൾ 39A വ്യക്തമാക്കുന്നു. സാമ്പത്തിക പിന്നാക്കാവസ്ഥയുടെ പേരിൽ ഒരാൾക്ക് നീതി നിഷേധിക്കാൻ പാടുള്ളതല്ല. എല്ലാ പൗരന്മാരും നിയമത്തിൻ്റെ മുന്നിൽ തുല്യരാണ്. സാമ്പത്തിക മാനദണ്ഡത്തിൻ്റെ പേരിൽ ഒരാൾക്ക് ലഭിക്കേണ്ട നീതി, നിയമസംരക്ഷണം നഷ്ടപ്പെടരുത്. ഇതിനായി കൊണ്ടുവന്ന ആക്ടാണ് ലീഗൽ സർവീസസ് അതോറിറ്റീസ് ആക്ട് 1987. ഈ ആക്ടിൻ്റെ അടിസ്ഥാനത്തിൽ നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി അഥവാ നെൽസ രൂപീകരിച്ചു. ഇതിന് താഴെ എല്ലാ സംസ്ഥാനങ്ങളിലും സംസ്ഥാന ലീഗൽ സർവീസ് അതോറിറ്റി രൂപം കൊണ്ടു. കേരളത്തിൽ ഇത് കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റി അഥവാ കെൽസ. തുടർന്ന് ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റിയും അതിന് താഴെ താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റിയും രൂപീകൃതമായി. അതായത് താഴെത്തട്ടിൽ നേരിട്ട് സഹായം ലഭിക്കുന്നതിന് താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റിയാണ് ബന്ധപ്പെടേണ്ടത്. ഇത് ഹൈക്കോടതിയിൽ ഹൈക്കോർട്ട് ലീഗൽ സർവീസ് അതോറിറ്റിയും സുപ്രീം കോടതിയിൽ സുപ്രീം കോർട്ട് ലീഗൽ സർവീസ് അതോറിറ്റിയുമാണ്. സൗജന്യ നിയമസഹായം ആവശ്യമുള്ളവർക്ക് കീഴ്ക്കോടതി മുതൽ സുപ്രീം കോടതി വരെയും സൗജന്യ നിയമസഹായം ലഭ്യമാകുന്നുണ്ട്. 3 ലക്ഷത്തിന് മുകളിൽ വരുമാനമുള്ള പുരുഷന്മാരൊഴികെ ബാക്കി എല്ലാ വിഭാഗത്തിനും ലീഗൽ സർവീസ് അതോറിറ്റി വഴി സഹായം ലഭിക്കുന്നതാണ്. സ്ത്രീകൾ, കുട്ടികൾ, SC/ST വിഭാഗക്കാർ, വൈകല്യമുള്ളവർ, കലാപങ്ങൾക്കിരയായവർ, സെക്ഷൽ ഹറാസ്മെന്റിന് വിധേയരായവർ, അതുപോലെ തന്നെ അവശത അനുഭവിക്കുന്ന വിഭാഗക്കാർ, പ്രകൃതി ദുരന്തത്തിൽപ്പെട്ടവർ തുടങ്ങിയവർക്കെല്ലാം ഈ ആനുകൂല്യം ലഭ്യമാകുന്നതാണ്. സാമ്പത്തിക പരിധി പരിഗണിക്കാതെയാണ് ഈ വിഭാഗക്കാരെ സഹായിക്കുന്നത്. ഉദാഹരണത്തിന് സ്ത്രീകൾക്കും കുട്ടികൾക്കും വൃദ്ധരായ മാതാപിതാക്കൾക്കും ചിലവിന് ലഭിക്കുന്നതിന് ഗാർഹിക പീഡനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് സ്വന്തമായി പണം ചിലവാക്കി അഭിഭാഷകരെ വെക്കുന്നതിന് പകരം താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റിയെ സമീപിക്കാവുന്നതാണ്. ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ഓഫീസ് അതാത് കോടതി ആസ്ഥാനത്താണുള്ളത്. സഹായം ആവശ്യമുള്ളവർ അതോറിറ്റിയുടെ ഫ്രണ്ട് ഓഫീസിനെ സമീപിക്കാവുന്നതാണ്. ഈ ഫ്രണ്ട് ഓഫീസിൽ ഒരു അഭിഭാഷകൻ്റെയും വോളണ്ടിയറിൻ്റെയും സേവനം ലഭ്യമാണ്. ഓഫീസിൽ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് നൽകുക, ആപ്ലിക്കേഷനിൽ കാറ്റഗറിയും വ്യക്തമാക്കുക. ഉദാഹരണത്തിന് മുതിർന്ന പൗരന്മാർ, അംഗപരിമിതർ തുടങ്ങിയവ. ഇത്തരം കാറ്റഗറികളിലല്ലാതെ ഒരു പുരുഷൻ സമീപിക്കുകയാണെങ്കിൽ 3 ലക്ഷത്തിൽ താഴെയാണ് വരുമാനം എന്ന് തെളിയിക്കുന്നതിനുള്ള രേഖ ഹാജരാക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെ അപേക്ഷയിന്മേൽ കേസിനനുസരിച്ച് ഒരു അഭിഭാഷകനെ പാനലിൽ നിന്ന് അപ്പോയിന്റ് ചെയ്യുന്നു. ഇത്തരത്തിൽ ഒരു അഡ്വക്കേറ്റിനെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന സംശയമാണ് ഫ്രീയല്ലേ, ഫീസ് അടയ്ക്കാത്തതുകൊണ്ട് അഡ്വക്കേറ്റ് ശരിയായ നിലയിൽ പ്രസന്റ് ചെയ്യുമോ? ഇവിടെ മനസ്സിലാക്കേണ്ട വിഷയം, കക്ഷി നേരിട്ട് ഫീസ് അടയ്ക്കുന്നതിന് പകരം ലീഗൽ സർവീസ് അതോറിറ്റിയാണ് കക്ഷിക്ക് വേണ്ടി അഡ്വക്കേറ്റ് ഫീസ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഫ്രീ സർവീസായി കണക്കാക്കേണ്ടതില്ല. കഴിവും പ്രാഗൽഭ്യവും എല്ലാവരിലും ഒരുപോലെ കണ്ടെത്താൻ ശ്രമിക്കരുത്. നിങ്ങൾക്കായി അപ്പോയിന്റ് ചെയ്ത അഭിഭാഷകൻ ജില്ലാ ജഡ്ജി ചെയർമാനായ സമിതി തിരഞ്ഞെടുത്ത പാനലിലുള്ളതാണ്. അഭിഭാഷകരുടെ ബയോഡേറ്റ പരിശോധിച്ച് കണ്ടക്ട് ചെയ്ത കേസുകളെ മനസ്സിലാക്കിയാണ് പാനലിൽ ഉൾപ്പെടുത്തുന്നത്. ലീഗൽ സർവീസ് അതോറിറ്റിയിൽ നിന്ന് ലഭ്യമാകുന്ന സേവനങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. സൗജന്യ നിയമസഹായമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നാൽ വക്കീലില്ല എങ്കിൽ ആ വ്യക്തിയുടെ ജാമ്യം ഉൾപ്പെടെ ലഭ്യമാകുന്നതിനുള്ള സഹായം നൽകുന്നു. ഇനി ജയിലിലാണെങ്കിൽ ജയിലിനകത്തും ഇത്തരം നിയമസഹായം ലഭ്യമാകുന്നതാണ്. വിസ്താര സമയത്താണ് അഭിഭാഷകനെ ആവശ്യമായി വരുന്നതെങ്കിൽ കോടതിയിൽ അപേക്ഷ കൊടുക്കാവുന്നതും കോടതി അതാത് ലീഗൽ സർവീസ് അതോറിറ്റിയിൽ നിന്ന് ആ വ്യക്തിയെ സഹായിക്കുന്നതിനുള്ള നടപടികൾക്കായി ഇൻഫോം ചെയ്യുന്നതുമാണ്. ലീഗൽ സർവീസ് അതോറിറ്റിയുടെ മറ്റൊരു സേവനമാണ് ലോക് അദാലത്തുകൾ സംഘടിപ്പിക്കുന്നത്. കോടതിയിൽ പെൻഡിങ്ങുള്ള കേസുകളിലെ ഇരുഭാഗത്തെയും വരുത്തി വിഷയം രമ്യമായി പരിഹരിക്കാൻ ശ്രമിക്കുന്നു.
ഇത്തരത്തിൽ കേസ് തീർപ്പായാൽ അടച്ച കോർട്ട് ഫീസ് കക്ഷികൾക്ക് തിരികെ ലഭിക്കുന്നതാണ്. അദാലത്തിൽ ഒരു കേസ് തീർപ്പായാൽ അത് പൂർണ്ണമായി പിന്നീട് അപ്പീല് പോകാൻ കഴിയുന്നതല്ല. ഒരു കുടുംബ പ്രശ്നമുണ്ടായാൽ ഭാര്യയ്ക്കോ ഭർത്താവിനോ ലീഗൽ സർവീസ് അതോറിറ്റിയെ സമീപിക്കാവുന്നതാണ്. കേസും പോലീസ് സ്റ്റേഷനും കോടതിയുമില്ലാതെ തന്നെ പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ സഹായിക്കുന്നു. ഇവിടെ ഇരു കക്ഷികൾക്കും പണച്ചിലവോ സമയനഷ്ടമോ ഉണ്ടാകുന്നില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. മറ്റൊരു സേവനമാണ് സൗജന്യ നിയമബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കുന്നത്. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, സ്കൂളുകൾ, കോളേജുകൾ, ക്ലബ്ബുകൾ തുടങ്ങിയവയുമായി ചേർന്ന് നിയമബോധവൽക്കരണ ക്ലാസുകളും ക്ലിനിക്കുകളും സംഘടിപ്പിക്കാറുണ്ട്. നിയമപരമായി പുനരധിവാസം ആവശ്യമായി വരുന്നവർക്ക് വേണ്ട സഹായം ചെയ്യാനും സമിതിക്ക് കഴിയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ടത് അതിക്രമങ്ങൾക്കിരയാകുന്ന വിക്ടിമിന് സാമ്പത്തിക സഹായം നൽകുന്ന വിക്ടിം കോമ്പൻസേഷൻ സ്കീം. ഇത്തരത്തിലുള്ള സഹായം ലഭ്യമാകുന്നതിന് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയാണ് സമീപിക്കേണ്ടത്. എടുത്തു പറയത്തക്ക തരത്തിലുള്ള നിരവധിയായ സേവനങ്ങളാണ് ലീഗൽ സർവീസ് അതോറിറ്റിയിൽ നിന്ന് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. നിയമപരമായി ഇത്തരം വിഷയങ്ങൾ അറിയുന്നതിന് ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക. മറ്റൊരധ്യായവുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.